ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുത്തുക്കിളി വ്ലോഗ്. അതെ, നിങ്ങൾ കാണാൻ പോവാണ്. മുത്തിന് ഫുഡ് പിടിക്കുന്നില്ല, ചെന്നൈയിലേ പിടിക്കുന്നില്ല, എവിടുത്തെ പിടിക്കുന്നില്ല. മുത്തിന് ലൂസ് മോഷൻ, ബീഫ് പിടിച്ചില്ല അല്ലേ? എരിയും മസാല ഓവർ മസാല എരിവും പറ്റുന്നില്ല. ചെന്നൈ എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ. ഒന്ന് തിന്നാൻ അതിനെ കൊണ്ടുപോയിട്ട് വാ. നിനക്ക് പുറത്ത് പോണോന്നല്ലായിരുന്നു ആഗ്രഹം? ഇപ്പൊ മതിയായ നാടിന്റെ മഹത്വം ഇല്ല. നാട്ടിലെ ഒന്നും തിന്നാൻ ബീഫ് വെറുപ്പായി എനിക്ക് ഇന്നത്തോടെ. ജനറലി പോകുമ്പോ ബാത്റൂമിൽ ഞാൻ പറഞ്ഞൊരു അഡൽട്ട് സ്നാക്കി മേടിച്ചിട്ടുണ്ട്. നീ അതിനെ കൊണ്ടുപോയിട്ട് വാ. ഞാൻ എന്തോ ഇടും മൊത്തം അഴുക്കാ. അപ്പൊ ഇന്ന് മുത്ത് തിരിച്ചു പോവുക ചെന്നൈയിലോട്ട്. പോയാ മതി. എനിക്ക് പോണ്ട ഈ വയ്യ വെച്ച് ട്രെയിനിൽ. ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞ് വേണ്ട, എല്ലാരുമായിട്ട് ഞങ്ങൾ ജനറലിനകത്ത് പോവാന്ന്. പോയി ആ ജനറൽ മൊത്തം നാട്ടി. പെട്ടെന്ന് റെഡിയായി പോയി. എനിക്ക് നിക്കാനും ഇരിക്കാനൊന്നും വയ്യ. മുത്തിന് അമ്മൂന് ബീഫ് കഴിച്ചിട്ട് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, നിനക്ക് മാത്രം. നീ അപ്പൊ തമിഴ്നാട്ടിൽ ജീവിച്ചാൽ ഇത്ര സ്നേഹമുള്ള ചേച്ചി എവിടെ കിട്ടുവടി? ആ ഛർദിക്കട്ടെ, ഒരു ദോശയില്ലേ? ഛർദിക്കട്ടെ. ഉടുപ്പി വീഴല്ലേ? മുട്ട ഇന്നണ്ട, തിന്നടി വന്ന്. അവിടെ കിടന്ന് മൊബൈലിൽ കളിക്കുന്ന എന്താ? പേഷ്യൻ്റാ. അത് ദഹിക്കാതെ എന്തോ കിടക്കുന്ന. പോണേ അവിടുന്ന്. അച്ചാറ് തിന്നരുതെന്ന് പറഞ്ഞാലും പെട്ടെന്ന് കാർ എടുത്തോണ്ട് പോയിട്ട് വാ. മഴയാണേ. മോള് തിന്നെ. കേറ്. പൈസ എടുത്താ പറയണല്ല. രാവിലെ മഴ തോരുന്നില്ല, കുറച്ച് വെയിൽ കണ്ടതാ, പിന്നെ വേണ്ട പെയ്തുകൊണ്ടേ ഇരിക്കുന്ന മഴ. അമ്മ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മതി വിഷമമില്ല. നീ എന്തിനാ മഴ നനയുന്നേ? അവര് പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ നമ്മൾ പിള്ളേർ പോയിട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ കറി വെക്കാൻ നോക്കിയപ്പോൾ മാങ്ങയില്ല. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് മഴയൊക്കെ ഒന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മാവിലൊരു 2 മാങ്ങ നിൽക്കുന്നുണ്ട്. ഞാൻ പിച്ചാനായിട്ട് വരുവാണ്. അപ്പോൾ മാങ്ങ ഇട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ച് 2 മാങ്ങ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ മാങ്ങയൊക്കെ പിച്ചാൻ ഇനി നമുക്ക്. മാങ്ങ കുറവായിരുന്നു. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഒരു 5-6 എണ്ണമൊക്കെ വെച്ച് പിടിക്കും. പിച്ചാൽ നമുക്ക് ഇപ്പോഴാ മാങ്ങ ഇങ്ങനെ 5-6 എണ്ണം പൂക്കും ശരിക്ക്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ 5-6 എണ്ണം പിടിക്കും. കണ്ട എന്താ കാര്യം നമ്മുടെ ഇങ്ങനെ കേടുമാവും മാങ്ങ. കണ്ട എന്തോ കാര്യമെന്ന് അറിയത്തില്ല. നീ ഇന്നലെ രാത്രി എന്തിനാ ഇങ്ങനെ നടന്ന് കുരച്ചത്? എന്തിനു കുരയായിരുന്നു? വല്ലതും വന്നോ അവിടെ? ലൂക്കാ വല്ലതും വന്നോ നമ്മുടെ വീട്ടിൽ? വന്നോ? അതാണ്ട 2 മാങ്ങ വയ്ക്കുന്നുണ്ട. അതങ്ങ് പിച്ച. അതിങ്ങ് നിന്നാൽ ഇങ്ങനെ കേടാവും. അതിനകത്ത് കുത്തൊക്കെ വീണ്. അത് പിച്ചിട്ട് ഞാൻ കേട്ടോ പിച്ചിട്ട് വരാം. കേടാവും.
നല്ല മഴക്കോളുണ്ട് കണ്ടോ. അപ്പം നമ്മളുടെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ തേങ്ങ വറുക്കുന്നത് നമ്മൾ ഉണക്കക്കൊഞ്ച് ചമ്മന്തി പൊടിച്ച് അമ്മൂന് കൊടുത്തു വിടാൻ വേണ്ടി കേട്ടോ. മുത്തിന് വേണ്ട, മുത്തിന് കൊടുത്തു വിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് മുത്തിന് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൾക്ക് ഇച്ചിരി എരിയും പുളിയൊക്കെ കുറയ്ക്കാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ അമ്മൂന് ഉണക്കക്കൊഞ്ച് ചമ്മന്തി ഇഷ്ടം, സാധാ ചമ്മന്തി ഇഷ്ടമല്ല. അപ്പോൾ അതാണ് നമ്മൾ ഒരു തേങ്ങയുടെ ചമ്മന്തി ആയത് കേട്ടോ. ഒരു തേങ്ങയുടെ ചമ്മന്തിയിൽ കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പില, ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, പുളി ഇത്രയും കൂടി ഇട്ട്. വെളുത്തുള്ളി ഞാൻ സാധാ ചമ്മന്തിക്ക് ഇടാറില്ല, ഉണക്കക്കൊഞ്ച് ചമ്മന്തിക്ക് ഇടും. സാധാരണ ഈ കൊഞ്ച് ഗ്യാസ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇത്രയും ഒന്ന് നല്ല മൂത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇതിനകത്ത് വേണ്ടുന്ന ഉപ്പ് പൊടിയും. അപ്പോൾ അതാണ് ഇതെല്ലാം വറുത്ത് നമുക്ക് സെറ്റാക്കി എടുത്തിട്ട് മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കും. കുരുമുളക് പൊടിയും കൂടെ ഉണ്ടായതുകൊണ്ട് കുറച്ച് മുളക്, വറ്റൽമുളകായിരുന്നു വേണ്ട, പക്ഷെ വറ്റൽമുളക് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി. മൂത്ത് പോകരുത്, കരിഞ്ഞു പോയാൽ നമ്മളുടെ ടേസ്റ്റ് പോകും. ചെറിയ തീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കാം. കൊഞ്ചിൻ്റെ മീശയും താടിയും എല്ലാം വറുത്തെടുക്കുമ്പോൾ ഇതാണത് കഴുകിയിട്ട് വേണം വറുക്കാൻ കേട്ടോ. ഉണക്കക്കൊഞ്ച് വറുത്തെടുക്കുമ്പോൾ ആ മീശയും താടിയും എല്ലാം കിടക്കും, അതെല്ലാം വേറെ വരും. ഇതാറമ്മ നല്ല പൊടിച്ച് എടുത്ത് നല്ല ഉണങ്ങിയ പാട്ടയിലിട്ട് വെച്ചാൽ എത്ര നാൾ വേണേലും ഇരിക്കും. അപ്പോൾ ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട് എത്ര നാളൊന്നും ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ ചെയ്യും. അപ്പോൾ ഇനി ഇത് ആറിയതിന് ശേഷം കുപ്പിയിലാക്കുക. ഇനി നമ്മൾ മുത്തിനെ കൊണ്ടാക്കാൻ സമയമായിട്ടുണ്ട്. ഇനി ഞങ്ങൾ റെഡിയായി മുത്തിനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അതിനകത്ത് കാണിക്കാം. നമ്മളെ മുത്ത് തിരിച്ചു പോന്ന്, മുത്ത് നോക്കി ചത്തു കുത്തിയിരിക്കുക, മരുന്ന് നോക്കിയായിട്ടാ പോകുന്നത്. ഒരു പ്രാർത്ഥനയുള്ളു, വണ്ടി കയറി ബാത്റൂമിൽ പോകാൻ മുട്ടല്ലേ. ചെന്നൈയിലോട്ടുള്ള ട്രെയിനിലാണെങ്കിൽ പിന്നെ അതും ജനറൽ. മുത്തല്ലി പറഞ്ഞ പിള്ളപ്പ ഞാൻ വരുമ്പത്തേക്ക് ബീഫൊക്കെ മേടിച്ച് കറുപ്പിച്ച് ചോപ്പിച്ച്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ വെച്ച് അതൊക്കെ അങ്ങ് മാറി സ്റ്റൂ വെക്കണമെന്ന് പറഞ്ഞിരുന്ന, അതൊക്കെ അങ്ങ് നിർത്തി. ഇനി അമ്മുക്കുട്ടിക്ക് വെച്ചു കൊടുക്കാം സ്റ്റൂ. അവള് ശവളായിരിക്കും അടുത്ത കിടക്കാൻ പ്രാഗിട്ടൊക്കെയാ പോകുന്നത്, ബാക്കിയുള്ളവരോട് തിന്നാൻ സമ്മതിക്കത്തില്ല. സാധനം തിന്നാൻ പറ്റാതായി പോയി. ആ ഒരു കോളേജിൽ ചെന്ന് കേറിയതിന് ശേഷം കണ്ടാ പറയത്തില്ലേ ഒന്നും തിന്നാതെ കിടക്കും. നിങ്ങക്ക് മനസ്സിലായ ഇതാ അവിടുത്തെ ഫുഡ് കഴിച്ചാല് ഈ ഒരു കിടത്തയും തൂറ്റലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. രാത്രി എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ അപ്പ പോവും, ഉച്ചക്കാണെ അപ്പ കോളേജിൽ ചെന്നാ അവിടെയും പോവും. അതുകൊണ്ട് പേര് വരെ വീണ്. മുത്ത് മാറുന്നെന്ന് പാവ എൻ്റെ മുത്തിൻ്റെ പരാതിയും പരിഭവങ്ങളും ഒക്കെ കാറിയിരുന്ന് പറയുക കേട്ടോ. ഇതാ എൻ്റെ അവസ്ഥ, അവിടെ ചെന്നാലും ഇവിടെ വന്നാലും എനിക്കിപ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥയെന്ന്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞല്ലേ നിന്നത്, ഇവിടെ പഠിച്ചുകൂടായിരുന്നോ, എവിടെയെങ്കിലും പഠിച്ചുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് മുത്തിൻ്റെ പരാതിയും പരിഭവങ്ങളും വിഷമങ്ങളും. അല്ലെങ്കിലും ഇങ്ങനെ പോകാൻ നേരത്ത് ഭയങ്കര സങ്കടവും പരാതിയും പരിഭവങ്ങളും ഒക്കെ. എന്താ പോകുന്ന വിഷമവും കൂടെ കൂടുതൽ കുഞ്ഞിന് കേട്ടോ. പോയിട്ട് വരാന്ന് പറ. ഇതായി പോയി പൊക്കാം. പോയിട്ട് എന്റെ പൊന്നുമോളെ ടാറ്റാ. അവക്ക് വയ്യാത്തോണ്ട് അമ്മു ചേച്ചി കൊണ്ടാക്കണോന്ന്. ചക്കര പോയിട്ട് ഓടിയാ പഠിക്കണേ. പോകുമ്പോ അങ്ങ് വിഷമാ കൊച്ചു പിള്ളേരാണ് കേട്ടാ. രണ്ടെണ്ണം പോകുന്ന നോക്ക്. ഓ ചേച്ചി കയ്യിലൊക്കെ പിടിച്ച്. മുത്ത് കണ്ണൊക്കെ തുടച്ച് പോകുന്ന കേട്ടോ. കരച്ചിൽ വരും. എപ്പോൾ വന്നിട്ട് പോയാലും മുത്തിന് ഭയങ്കര വിഷമം. ഞാൻ പോയാലേ എനിക്ക് കരച്ചിൽ വരും, അതുകൊണ്ടാണ് പോവാൻ ഞാൻ.
അപ്പം ഗൈസ് നമ്മളുടെ 2 മക്കളുമാരും പോയി കേട്ടോ. അമ്മു പോയി, മുത്തും പോയി. അപ്പം അമ്മുവിനെ കൊണ്ടുപോകുന്ന വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തില്ല. അമ്മു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം നമ്മളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.